വിലക്ഷണ എന്നു ലോകർ ചൊന്ന വെറും ലക്ഷണം കേട്ടവൾക്കിന്ന് വിലക്ഷണ എന്നു ലോകർ ചൊന്ന വെറും ലക്ഷണം കേട്ടവൾക്കിന്ന് രാജരാജകുമാരന്റെ കയ്യാൽ ഒരു പൊൻകുടി ചൂടിക്കുമെന്ന് തത്വജ്ഞാനികൾ എത്തിക്കുമെന്ന് രാജരാജകുമാരന്റെ കയ്യാൽ ഒരു പൊൻകുടി ചൂടിക്കുമെന്ന് തത്വജ്ഞാനികൾ എത്തിക്കുമെന്ന് സുന്ദരിമാരുടെ പിമ്പിൽ വെറും കീറ്റുവസ്ത്രം ധരിച്ചെന്ന് സുന്ദരിമാരുടെ പിമ്പിൽ വെറും കീറ്റുവസ്ത്രം ധരിച്ചെന്ന് നടകൊള്ളുന്ന കാന്തയെ ഓർക്ക രാജവസ്ത്രം നീ ധരിക്കുവാൻ കാലം ഇനി താമസമില്ലവൻ വരുവാൻ നടകൊള്ളുന്ന കാന്തയെ ഓർക്ക രാജവസ്ത്രം നീ ധരിക്കുവാൻ കാലം ഇനി താമസമില്ലവൻ വരുവാൻ കോടാനുകോടിയാം ദൂതർ നല്ല ഗായക സംഘവുമായി കോടാനുകോടിയാം ദൂതർ നല്ല ഗായക സംഘവുമായി സ്വർണ്ണവീണകൾ കുഴലുകൾ നീട്ടി പരിവാരവുമായി വരും കാന്തൻ എന്നെ മണിയറയതിനുള്ളിൽ ചേർപ്പാൻ സ്വർണ്ണവീണകൾ കുഴലുകൾ നീട്ടി പരിവാരവുമായി വരും കാന്തൻ എന്നെ മണിയറയതിനുള്ളിൽ ചേർപ്പാൻ മണവാളൻ വരും അതിവേഗം 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 വേഗം 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 മണവാളൻ വരും അതിവേഗം 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 വേഗം 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 മണവാളൻ വരും അതിവേഗം വിശുദ്ധ തിരുവെഴുത്തുകൾ ഹീബ്രു ഗ്രീക്ക് മൂലഭാഷകളിൽ വായിച്ച് തനതായ പശ്ചാത്തലത്തിൽ പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്ന സമഗ്രമായ സമ്പൂർണ്ണ വേദ പഠന പദ്ധതി സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി സൂം പ്ലാറ്റ്ഫോമിൽ ആരംഭിക്കുന്നു. ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ക്ലാസുകളുടെയും വീഡിയോ ലിങ്ക് ലഭിക്കുന്നതാണ്. കോൺടാക്ട് +44 788 20 39762. സകല ലോകത്തിൻ്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ കേൾവിക്കാരിൽ ഒരുപാട് പേരുടെയും ജീവിതത്തിൽ റിലവൻ്റ് അല്ലാത്ത, അവരുമായിട്ട് അവർക്കത് ബാധകമല്ലാത്ത ഒരു ചെറിയ വിഷയത്തെ പറ്റി ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മുഖവരയായിട്ട് ഇത് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ, അപ്പം ഒരുപാട് പേർക്കും വെറുതെ ഇരുന്ന് കേട്ട് മുഷിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അന്വേഷിച്ചിട്ട് അവസാനം ഒന്നുമില്ല. എൻ്റെ പിന്നെ ആദ്യം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഓഫീസിൽ വേറെ പണിക്ക് പോകാൻ വരുന്ന ആൾക്കാർക്ക് ചിന്തിക്കതല്ലേ. അപ്പോൾ അവസാനം എന്നെ വഴക്ക് പറയുന്നതിനൊക്കെ നല്ലത്, അല്ലെ പ്രാകുന്നതിനൊക്കെ നല്ലത് ആദ്യമേ നിങ്ങൾക്ക് ഓഫീസിൽ പോകാമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. ഞാനിവിടെ ഒരു വേദഭാഗം വായിച്ചിട്ട് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പൊരുൾ തിരിച്ച് സംസാരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 9 ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇവിടെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു.
മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. ഈ ഭാഗമൊക്കെ എൻ്റെ കേൾവിക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇവരുടെ കല്യാണം നടന്ന കാര്യം നമുക്കറിയാം. ഇനി ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും എന്ന് പറഞ്ഞു. അവൾ അവന് റൂബേൽ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞു. അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. നമ്മൾ സൺഡേ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത്. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ബാധകമായ ആപ്ലിക്കബിൾ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് സർഫസ് ലെവൽ ചിന്തിക്കുമ്പോൾ തോന്നത്തില്ല. ശരിയാ, ഒരുപാട് പേർക്കും അത് ബാധകമായ ഒരു കാര്യമല്ല. കാരണം ജന്മന സൗന്ദര്യമില്ലാത്ത, കണ്ണിന് ശോഭയില്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അതൊരു പ്രോബ്ലം അല്ല. കാരണം ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി വളരെ വളർന്ന് വികസിച്ചൊരു കാലമാണ്. ഇപ്പം 16 വയസ്സുള്ള ആൾ ആരാണ്, 60 വയസ്സുള്ള ആളാണ്, നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. കാര്യം അതൊക്കെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ നേട്ടങ്ങളാണ്. അപ്പോൾ ഒരാൾക്കിപ്പം വിരൂപയായി ജനിച്ചു എന്നുള്ളത് ഒരു നല്ല പെർഫോമൻസ് അല്ലെ പബ്ലിക് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് അതൊരു തടസ്സമല്ല, ഒരു തടസ്സമല്ല. ഇപ്പം ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അത് ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ വലിയ കോൺട്രിബ്യൂഷനാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു 4000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. ഒരു അപ്പൻ്റെ 2 പെൺമക്കളാണ്. മൂത്തവരുടെ പേര് ലേയ എന്നാണ്. നമുക്ക് ലേയ എന്ന് തന്നെയാണ് അവളുടെ പേരെന്ന് ഇരിക്കട്ടെ. യെസ്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഷി വാസ് അൺഇംപ്രസീവ് ആണ്. ഒരു സൗന്ദര്യം കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ തീരെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നോട്ട് അപ് ടു ദ മാർക്ക്. പിന്നെ കണ്ണി നോക്കിയാൽ പറയാൻ വേണ്ട, ഒരു ചത്ത മീനിന്റെ കണ്ണെന്ന് പറയാം. ഞങ്ങൾ റാന്നി ചന്ത മീൻ മേടിക്കാൻ പോകുന്നത് വലിയ മീൻ മുമ്പൊക്കെ, ഇപ്പം എനിക്കറിയത്തില്ല, മുമ്പൊക്കെ വലിയ മീനിനെ കൊണ്ടുവരും. എൻ്റെ അത്ര വലുപ്പമുള്ള മീനുണ്ട്. ഇങ്ങനെ ഇരിക്കും, കണ്ണും ഇങ്ങനെ പിടിച്ചെടുക്കും, ചത്തിരിക്കുക, ഒരു ഭാവഭേദമില്ല. ചത്ത മീനിന്റെ കണ്ണെന്ന് പറയും. ഇങ്ങനത്തെ കണ്ണുള്ളൊരു പെണ്ണ്. ഇതിനെ ആരിഷ്ടപ്പെടും? ഇതിനെ ആര് കെട്ടിക്കൊണ്ടു പോകും? അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ പെണ്ണിൻ്റെ അപ്പൻ ചോദിക്കുന്ന സ്ത്രീധനം അങ്ങോട്ട് കൊടുത്ത് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കൾച്ചറാണ്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടണ്ടേ? കഷ്ടപ്പെട്ട ആരെങ്കിലും കാശ് കൊണ്ട് കൊടുക്കുമോ ഇതിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ? ഈ നമ്മൾ ഒരു കലോക്കിയൽ എക്സ്പ്രഷൻ പറഞ്ഞ ഒരു പിരിയ ചരക്കെന്ന് പറയാം. ഇനി നമുക്ക് ഈ ലേയ എന്ന വേർഡിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ലേയ എന്താ? ലേയ എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം ഒന്ന് വിയറി എന്നാണ്, ടയർഡ് എന്നാണ്. ദെൻ വിയറീഡ് എന്നാണ്, ടയർഡായിട്ടിരിക്കുന്നതാണ്, ടയർഡ്. ട്രൈ ദ പേഷ്യൻസ്, പിന്നെയും പേഷ്യൻസ് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ബിക്കം ഇംപേഷ്യൻറ്റ്, എക്സോസ്റ്റഡ്, ഫൈൻഡ് ഡിഫിക്കൽറ്റി. ഇത്തരം കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വെച്ചിട്ട് ഇനി ഞാൻ ലേയെ പറ്റി നിങ്ങൾക്കൊരു അനാലിസിസ് തരാം. നമുക്കറിയാം അഗ്രേറിയൻ ഫാമിലിയാണ് എല്ലാവരും. ആർക്കും കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും എന്നുള്ള കാലമല്ല, നേഴ്സിങ്ങോ അല്ലെങ്കിൽ ഗൾഫ് വരുവാനോ ഒന്നുമില്ല. അവരവരുടെ വസ്തുവിലും തൊടിയിലും ഒക്കെ അധ്വാനിച്ച് ജീവിക്കണം. അപ്പം അതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം
ഒരു അൺഇംപ്രസീവ് ഒക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക, അവരുടെ ട്രീറ്റ്മെൻറ്റ് മോശമായിരിക്കും. കുടുംബാംഗങ്ങൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അത്ര നല്ല രീതിയിലായിരിക്കത്തില്ല. അപ്പം എന്നറിയാമോ, അവൾക്ക് കഴിയുമോ കഴിയത്തില്ലയോ എന്ന് നോക്കാതെ ഉള്ള പണിയെല്ലാം ചെയ്യിക്കും. ഉള്ള വിറകെല്ലാം കീറിച്ച്, ഉള്ള വെള്ളമെല്ലാം കൂരിച്ച്, ഉള്ള തുണിയെല്ലാം കല്ലിലിട്ട് അടിച്ച് കലക്കി കഴുകി, ഉള്ള പാത്രമെല്ലാം തേച്ച് വിളക്കി എന്ന് വേണ്ട സകലമായ പണിയും പണിത് സന്ധ്യ ആകുമ്പോഴത്തേക്ക് എക്സോസ്റ്റഡ് ഇതിൻ്റെ ഒരു പരുവാകും. അവൻ ഇറിട്രേറ്റഡ് ആകുമ്പോൾ, ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, നമ്മൾ അവരോട് മോശമായിട്ട് പെരുമാറും. അപ്പോൾ ഈശോ നമ്മുടെ പേഷ്യൻസ് ഉണ്ട്, നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇംപേഷ്യൻ്റ് ആകും. ഇംപേഷ്യൻ്റ്. അപ്പോൾ ഈ ബൈബിളിലെ പല പേരുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതല്ല അവരുടെ ഒറിജിനൽ നെയിം. പിന്നീട് സാഹചര്യങ്ങൾ കാരണം ഒറിജിനൽ നെയിം ആളുകൾ മറക്കുകയും സാഹചര്യങ്ങൾ അവരുടെ മേൽ ചാർത്തിയ പേര് നിലവിൽ വരികയും ചെയ്തു. ഇതൊരു പ്രത്യേകത ബൈബിൾ കേട്ടോ. നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് വരുമ്പോൾ തന്നെ നമുക്ക് ലിദിയ എന്നൊരു സഹോദരി നമ്മൾ ഫിലിപ്പിയിൽ കാണുന്നില്ലേ? ആ സഹോദരിയുടെ പേര് ലിദിയ എന്നല്ല. ലിദിയ എന്ന സ്ഥലത്ത് നിന്ന് രക്താംബരം വിൽക്കുന്നതിന് വേണ്ടി അവിടെ വന്ന ഒരു ബിസിനസ് വുമൺ അവൾ. അപ്പോൾ ലിദിയയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇവിടെ ലിദിയ 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 എന്ന് വിളിച്ച അവളുടെ പേരായി. ഞങ്ങൾ റാന്നിക്കാരാണ്. ഞങ്ങളുടെ ഫാമിലിയായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് പേരൂർക്കട എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡായി താമസിക്കുക. അപ്പം ഞങ്ങളുടെ ചേർച്ചിലേക്ക് ഒരു വളരെ പ്രൊമിനൻ്റ് ആയ ഒരു മെമ്പറാണ് എൻ്റെ ഫാദർ. അപ്പം അച്ഛൻ്റെ നാട്ടിൽ റാന്നി വെച്ച ആൾക്കാർ വേട്ടവള്ളി തങ്കച്ചൻ എന്നാണ് വിളിച്ചത്. അവിടെ ചെന്നപ്പം റാന്നിയിലപ്പച്ചൻ എന്നായി പേര്. അപ്പോൾ ചർച്ചിലൊക്കെ വേട്ടവള്ളി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. MC ജോൺ അപ്പച്ചൻ എന്ന് കുറച്ച് പേർക്ക് അറിയാം. റാന്നിയിലപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, റാന്നിയിലപ്പച്ചൻ. അപ്പം ശരിക്കും അച്ഛൻ്റെ പേര് റാന്നിയിലപ്പച്ചൻ എന്നല്ല, പിൽക്കാലത്ത് അങ്ങനെ ഒരു പേര് വിളി വന്നതാണ്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ബൈബിൾ കേട്ടോ. ഇങ്ങനെ ഒരുപാട് പേര് അവരുടെ ഒറിജിനൽ നെയിം അതല്ല. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഹാഗാറിൻ്റെ ഒറിജിനൽ നെയിം ഹാഗാറാണ് നല്ലത്. അങ്ങനെ വിളിപ്പേര് വീണതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇംപേഷ്യൻ്റ് എന്ന പേരെങ്ങനെ ഈ കുഞ്ഞിന് വന്നത്? We have every reason to believe that must not have been her original name. It must have been something else. But circumstances gave a stigma on her. സാഹചര്യങ്ങൾ അവളുടെ മേൽ ഒരു സ്റ്റിഗ്മ, ഒരു ദുഷ്പേര്, മറ്റൊരു പേര് വിളിച്ചു വരുത്തി. ഒരുപാട് പേർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമുണ്ട്. അവരുടെ കഠിനമായ സാഹചര്യങ്ങൾ അവരെ ഒരു സ്റ്റിഗ്മയ്ക്ക് കീഴിലാക്കും. ഒരു വിളിപ്പേര് അവർക്കുണ്ടാകും. ചിലപ്പോൾ അത്ര നല്ല പേരായിരിക്കണമെന്നില്ല. പലരുടെയും മോശമായ പേരായിരിക്കും. അങ്ങനെ മോശമായ പേര് വരുന്ന പേരുകൾ ഒന്നും ഞാനിപ്പോൾ ഇവിടെ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം പലതും ഒത്തിരി വേദന ഉണ്ടാകുന്ന. ഇപ്പം നമ്മുടെ ഈ ചെറുതിലേക്ക് ആൾക്കാരെ വട്ടപ്പേര് പറഞ്ഞ് നമ്മൾ കളിയാക്കുമായിരുന്നു. പിന്നീട് അത് മനസ്സിലായി എത്രയോ വേദന അവർക്കത് കേൾക്കുമ്പോൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ലേയ എന്ന് പറയുന്നത് ഒരു സ്റ്റിഗ്മാറ്റിക് നെയിമാണ്, ഒരു സ്റ്റിഗ്മയാണ്. അപ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യം, അവളുടെ യങ്കർ സിസ്റ്റർ നല്ല ബ്യൂട്ടിഫുൾ ഐസ്, വെരി വെരി ബ്യൂട്ടിഫുൾ ഗേൾ, വെരി സ്മാർട്ട് അല്ലേ, വെരി വെരി സ്മാർട്ട്. നമ്മൾ ഐശ്വര്യ റായിയെ പോലൊക്കെ ഇരിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. നല്ല സിനിമ നടിയൊക്കെ ആയിരിക്കും. അന്നത്തെ കാലത്ത് സിനിമ ഒന്നുമില്ലല്ലോ, സിനിമ നടി പോലെ ഇരിക്കുമായിരിക്കും. ഏതായാലും നമ്മുടെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ് നമ്മുടെ യാക്കോബ് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. They sealed their love and they started falling in love with each other. സംഗതി അറിഞ്ഞപ്പോൾ ലാബാനും സന്തോഷമായി. പുള്ളി നോക്കിയപ്പം എക്സ്പ്ലോയിറ്റേഷൻ നല്ല ചാൻസ് ആണല്ലോ. ഇയാളെ കൊണ്ട് 7 കൊല്ലം ഉണ്ടവേല മുഴുവൻ ചെയ്യിച്ചു. അപ്പം യാക്കോബിനത് നിസ്സാരമായിട്ട് തോന്നുന്നു. കാരണം ബിക്കോസ് ഓഫ് ഹിസ് ഗേൾ ഫ്രണ്ട് വാസ് ദെയർ. അപ്പം മൂത്ത
ലേയുടെ കാര്യം ആലോചിച്ച് നോക്കണം. ഷി ഫൗണ്ട് ഹെർ യങ്ങർ സിസ്റ്റർ ഈസ് സേഫ്. നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി. ആൻഡ് വെരി സെക്യൂർ, നോ പ്രോബ്ലം. അപ്പൊ ഈ 7 വർഷത്തെ ലേയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം. ഷീ മസ്റ്റ് ഹാവ് ഹാഡ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഹെർ ലൈഫ്, എ ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഹെർ ലൈഫ്. ആ ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന്, ഞാൻ എന്താ ഇങ്ങനെ ആയത്, ഞാൻ എന്താ എന്നിങ്ങനെ ആയത്. എൻ്റെ സഹോദരിയെ നല്ല സുന്ദരിയായി സൃഷ്ടിച്ച ദൈവത്തിന് അതിൻ്റെ ഒരു പകുതി സൗന്ദര്യമെങ്കിലും എനിക്ക് തരാമായിരുന്നല്ലോ, അല്ലേ? എൻ്റെ കണ്ണെന്താ ഇങ്ങനെ ആയത്? എനിക്കൊരു നല്ല കണ്ണ് തന്നിരുന്നെങ്കിൽ ഈ ദൈവത്തിന് വല്ല ചെലവുമുണ്ടോ? ദൈവത്തിന് ഒരു സുന്ദരിയായിട്ട് എന്നെ സൃഷ്ടിക്കാൻ വല്ല ചെലവുമുണ്ടോ? അങ്ങനെ ആകട്ടെ ദൈവം തീരുമാനിച്ചാൽ മതി. അത്രയും മാത്രമേ ചെലവുള്ളൂ. അങ്ങനെ ആകട്ടെ തീരുമാനിച്ചാൽ മതി, ഞാൻ സുന്ദരിയാവും. ദൈവം എന്താ എന്നെ അങ്ങനെ ആക്കാഞ്ഞത്? ഞാൻ ഇങ്ങനെ ആയത് എന്താണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്റെ കുറവ് കൊണ്ടല്ലല്ലോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്റെ കണ്ണിങ്ങനായത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഞാൻ ഇങ്ങനായി പോയത്? എന്നെ എന്തിനാ എല്ലാവരും ഇൽട്രീറ്റ് ചെയ്യുന്നത്? എന്നെ എന്തിനാണ് എല്ലാവരും ഇൽട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ട് ഒരു വ്യസനപാത്രമായി തീർന്നു? Why I am a vessel of contempt. ഞാൻ എന്തുകൊണ്ടൊരു വ്യസനപാത്രമായി? ഞാൻ എന്തുകൊണ്ടൊരു ഓഡ് മാൻ ഔട്ട്? ബാക്കി എല്ലാവരും ഒരുങ്ങി ചുറ്റി കല്യാണത്തിനും അടിയന്തരത്തിനും പാലുകാത്തിനും ഒക്കെ പോകുമ്പോഴേ ഈ കണ്ടാൻ കൊള്ളാത്ത ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ. ഫോർ ഫ്രണ്ടിൽ എന്നെ നിർത്തത്തില്ലല്ലോ, അല്ലേ? ഏറ്റവും ഫ്രണ്ടിൽ ഫാമിലിയുടെ അഭിമാനമായി കുഞ്ഞുങ്ങളെല്ലാം നേരെ തീർത്തും എന്നെ നിർത്തത്തില്ലല്ലോ. നീ ആ പുറകെ പോയി നിൽക്കാൻ പറയും. പെട്ടെന്ന് നീ ആ പുറകെ പോയി നിൽക്കുക, നീ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരണ്ട, എന്നിട്ട് ആരും ഇപ്പം മുന്നോട്ട് ഇങ്ങോട്ട് കയറി വരാൻ പോയി പറഞ്ഞില്ല. ഇത് എത്രയോ പ്രാവശ്യം ലേയ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഇൻ ദി എൻഡ് നോക്കി, സഹോദരന്റെ കല്യാണം നടക്കുക, അനിയത്തിയുടെ കല്യാണമൊക്കെ ഫിക്സ് റെഡിയാക്കി സന്ധ്യക്ക് ചാപ്പാടെല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് ഇവളെ കൊണ്ട് അനിയത്തിയുടെ ബെഡ്റൂമിലിരുത്തി. അതല്ല ശരി, ഇവളെ വിളിച്ചോണ്ട് നേരെ എന്ത് അറിയാമോ, യാക്കോവിന് മുറിക്കകത്തോണ്ട് കൊടുത്തു. നമ്മുടെ ഈ പളവളാന്നുള്ള ലൈറ്റുള്ള കാലം ആ പടി ചെറിയ ഒരു തിരി കത്തിച്ചൊരു വെട്ടവിടയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ തല മുഴുവൻ മൂടിയാന്നല്ലോ ഈ ബ്രൈഡ് അകത്ത് ചെന്ന് കയറുന്നേ. സോ they had their bridal night. പിറ്റേ ദിവസം ചാക്കോച്ചന് മനസ്സിലായ, ദൈവമേ ചതി പറ്റിയല്ലോ എന്ന്. ഞാൻ ചിന്തിക്കുന്ന ഇതാ, നിങ്ങൾക്ക് ആ ലയയുടെ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കാമോ? അപ്പൊ തന്നെ പിറ്റേ ദിവസം രാവിലെ ലാബാൻ സൊല്യൂഷൻ പറയാണ്. പറയുക, ആ സാരമില്ല, അവളെ മറ്റവളെ കെട്ടിച്ചേരാവുന്നേ. അടുത്ത 7 വർഷം മറ്റോളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനോട് ഇവള് കഴിയുകയാണ്. ഞാൻ വേദോത്സവം വായിക്കുമ്പോൾ ചിന്തിക്കും, എന്തിനാ ചിലർ ഒരുപാട് ഇൽട്രീറ്റഡ് ആകുന്നത്? ചില ആളുകൾ എന്തിനാ ഒരുപാട് ഡിസ്ഗ്രേസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഒരുപാട് അപമാനവും നിന്ദയും പരിഹാസവും ചില ആളുകൾ ഏൽക്കേണ്ടി വരുന്നത് എന്താ? ബൈ ബർത്ത് അവരെന്താ അങ്ങനെ ആയത്? അല്ലെ ദൈവം എന്തിനാ അവരെ അങ്ങനെ ആക്കിയത്? അവരെ അങ്ങനെ ആക്കിയത് എന്തിനാ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ട്? മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ മെനഞ്ഞത് എന്ത് എന്ന് ചോദിക്കുമോ? കാരണം കുശവന് കളിമണ്ണിൽ നിന്ന് ഒരു പിണ്ഡം മാനകാര്യത്തിനും മറ്റൊന്ന് അപമാനകാര്യത്തിനും നിർമ്മിക്കുവാൻ കളിമണ്ണിന്മേൽ അധികാരം ഉണ്ട്. ചോദിക്കാൻ പറ്റത്തില്ല. ലൈഫ് ഓഫ് ഡിസ്ഗ്രേസ്,
എ ലൈഫ് ഓഫ് ഡിസോണർ, ജീവകാലം മുഴുവൻ പരിഹാസം, ജീവകാലം മുഴുവൻ ചവിട്ടിത്താഴ്ക്കൽ, ഒറ്റപ്പെടൽ, കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഒരു ബഹുമാനവും ഇല്ലാതിരിക്കുക, ഉള്ള പണി മുഴുവൻ ചെയ്തുള്ള കുണ്ടവേല മുഴുവൻ ചെയ്ത് അവസാനം ഇങ്ങോട്ട് വരാൻ പമ്പം ഇപ്പൊ വന്നില്ലല്ലോ എന്നൊന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലെത്തുക. Now we have a question. God, why? എന്നെ എന്തിനാ ഇങ്ങനെ ആക്കിയത്? എന്നെ ഇച്ചിരി സുന്ദരിയാക്കത്തില്ലായിരുന്നോ? എന്നെ ഇച്ചിരി മിടുക്കിയാകത്തില്ലായിരുന്നോ? എന്നെ ഇച്ചിരി സ്മാർട്ട് ആക്കത്തില്ലായിരുന്നോ? എനിക്ക് ഇച്ചിരി ബുദ്ധി തരത്തില്ലായിരുന്നോ? എന്നെ ഇച്ചിരി കഴിവുള്ള ഒരാളാക്കത്തില്ലായിരുന്നോ? എനിക്ക് ഇച്ചിരി ഭൗതികമായ ഉയർച്ച ഉള്ള ഒരു സാഹചര്യം തരത്തില്ലായിരുന്നോ? എന്തിനാ എന്നെ ഇങ്ങനെ ആക്കിയത്? That was definitely a question that was in Leah's heart all her life. I should say for most of her life. All her life എന്നേ പറയുന്നില്ല, for most of her life. ഇതിലൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്കറിയാവുന്നതല്ല. യെശയ്യാ പറഞ്ഞു 55-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, Look, my thoughts are far higher than your thoughts, and my ways far, far higher than your ways. ആകാശം ഭൂമിക്ക് മേതെ ഉന്നതമായിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതവും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ശ്രേഷ്ഠവുമാണ്. ഇനി ഞാൻ വിശുദ്ധ വേദപുസ്തകം ആ സ്ക്രിപ്ചർ എഴുതിയപ്പോൾ അവിടെ എഴുതാതിരുന്നൊരു കാര്യവും പക്ഷെ ഒരു അണ്ടർസ്റ്റുഡ് എലമെന്റ് ഞാൻ പറയാൻ പോവാണ്. അതെനിക്ക് ഞാൻ ചുമ്മാ ഞാനങ്ങനെ ചിന്തിക്കുന്നതും പറയത്തില്ല. എനിക്ക് വ്യക്തമായി വേദപുസ്തകത്തിൽ നിന്ന് ഡിസീഫർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കളഞ്ഞില്ല. എന്തറിയാം, she had the chance of hearing about the Lord God, the covenant God of Israel, Yahweh. ഇസ്രായേലിന്റെ കവനന്റ് ഗോഡായ, ഉടമ്പടികളുടെ ദൈവമായ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നൊരു ടെർമിനോളജി അവൾ കേൾക്കാനിടയായി. എങ്ങനെയായിരിക്കും? യെസ്, certainly from യാക്കോബ്. യാക്കോബ് പറഞ്ഞാ കേട്ടത്. ഞാൻ ഈ ജേക്കബ് എന്ന് പറയത്തില്ലുണ്ട്, ഈ ഇംഗ്ലീഷുകാരൻ്റെ ഈ ഏക്കും പൂക്കും അറിയാൻ പറ്റുന്ന ട്രാൻസ്ലേഷൻ ജേക്കബ് എന്ന് പറയുന്നത് യാക്കോബ്. യാക്കൂബ് അതിന്റെ ഷോർട്ട് ഫോമാണ് യാക്കോബ്. എങ്ങനെ അറിയാം? താൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 400 മൈൽ യാത്ര ചെയ്ത് ബേർഷബയിൽ നിന്ന് 400 മൈൽ നടന്ന് പത്തനാരാമിൽ വരുന്ന യാക്കോബിന് ഇടയ്ക്ക് വെച്ച് പ്രത്യക്ഷനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ ദൈവം എന്നുള്ള എല്ലാവരും പറയുന്ന ദൈവം അതൊരു കോമൺ നെയിമാണ്. പക്ഷെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അങ്ങനെ വിളിക്കപ്പെടാനല്ല ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഈസ് ഡിഫറെന്റ്. എല്ലാവരും, എല്ലാ ദൈവവിശ്വാസികളും എലോഹായ് എന്നൊക്കെ പറയുന്നുണ്ട്, എലോഖയ്യം എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ എലോഹായാണ്, അല്ലെ എലോഖീം എന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അത് ദൈവം എന്നേ ഉള്ളൂ. സ്വർഗസ്ഥനായ ഏകസത്യദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല. ദാറ്റ് ഗോഡ് ഓഫ് ഇസ്രായേൽ ഈസ് എ ഡിഫറെന്റ് ഗോഡ്. എന്താ തന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഈസ് എ ഗോഡ് ഓഫ് കവനന്റ് ഗിവിംഗ് ഗോഡ്സ്, കവനന്റ് ഓണറിംഗ് ഗോഡ്സ്, കവനന്റ് കീപ്പിംഗ് ഗോഡ്സ്, കവനന്റ് ഫുൾഫില്ലിംഗ് ഗോഡ്. ദൈവം വാഗ്ദത്ത ഉടമ്പടികൾ നൽകുന്നു, ഉടമ്പടികളെ ആദരിക്കുന്നു, ഉടമ്പടികളെ സൂക്ഷിക്കുന്നു, ഉടമ്പടികൾ നിവർത്തിച്ചു കൊടുക്കുന്നു. അതാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന സ്വർഗസ്ഥനായ ദൈവം. So she heard about a different God. തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. റാഖേൽ എടുത്തോട്ട് നമുക്കറിയത്തില്ലേ, ഒരുപാട് ദൈവങ്ങളുണ്ട്. But somehow it clicked on to her mind that there is a different God
the creator of the universe. The creator of the universe. സകലത്തിന് സൃഷ്ടാവായി വേറൊരു ദൈവം ഉണ്ടെന്നൊരു ധാരണ അവൾക്ക് കിട്ടി. പലപ്പോഴും ഈ ധാരണയാണ്, ഈ അറിവാണ് നമ്മളെ മറ്റൊന്നാക്കുന്നത്. ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഗോഡ് ഓഫ് ഹെവൻ, സ്വർഗസ്ഥനായ ദൈവത്തെ പറ്റിയുള്ള അറിവുണ്ടോ, ഈ ധാരണ, ഇതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. So how you are born, in what status or condition or charisma that you are born with is unimportant. The important thing is, do you ever have an encounter with the God in heaven? സ്വർഗസ്ഥനായ ദൈവത്തെ അറിയാൻ അവസരം കിട്ടുന്നതാണ് ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. കരിസ്മാറ്റിക് ബർത്ത് അല്ല, സൗന്ദര്യത്തോടുകൂടി പൂർണ്ണ സൗന്ദര്യത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, മറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തെ അറിയാനിടയായി എന്നുള്ളതാണ്. സോ ഇറ്റ് വെന്റ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പം ഇങ്ങനെ അവളെ ആക്കിയ ദൈവത്തിന്, അങ്ങനെ അവളാകാൻ കാരണമായ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് അവളുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താ ഉത്തരവാദിത്തങ്ങൾ അറിയാം? കേട്ടോണേ, ശ്രദ്ധിച്ചു കേട്ടോണേ. ഒന്ന്, ദൈവം അവൾക്കൊരു മകനെ കൊടുത്തു. മകനെ കൊടുത്തപ്പം അവളെ മകന് പേരിട്ടത് റൂബേൻ എന്നാണ്. റൂബേൻ, റൂ മീൻസ് ബിഹോൾഡ്. നോക്ക്. എന്ത് നോക്കാൻ? ബെൻ, എ സൺ. Surely Jehovah has looked upon my afflictions. ഒരു മകനെ കണ്ടപ്പം ആദ്യം ഓർമ്മ വന്ന ആരെയാ? യാക്കോബിനെ അല്ല, സ്വന്തം അപ്പൻ ലാബാനെ അല്ല, മറ്റൊന്നുമല്ല ഓർമ്മ വന്നത്. ഇത്ര നാള് ഞാൻ അനുഭവിച്ച കഷ്ടതകൾ മുഴുവനും, നിന്ന മുഴുവനും ഒരാള് കണ്ടിരുന്നു. ആ നിന്ന നീക്കിയ ദൈവത്തിന്റെ പേരില് അവന് റൂബേൻ എന്ന് പേരിട്ടു. God was so happy. എന്തുകൊണ്ട്? ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ട ഒരു സന്തതി ഉണ്ടായതുകൊണ്ട്. അവിടെ രണ്ടാമതൊരു മോനെ കൊടുത്തു, സിമെയോൻ. സെമയ എന്ന് പറഞ്ഞാൽ ഹിയർ എന്നാണ്. ഷെമാ, ഹിയർ. ഷെമ ഇസ്രയേൽ. ഷിമയോൻ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ്. Because Jehovah had heard that I was hated. ഞാൻ വെറുക്കപ്പെട്ടവളായിരുന്നു. ഒരു ക്യാരക്ടർ ഡിസോർഡർ വരത്തക്ക രീതിയിൽ ഞാൻ വെറുക്കപ്പെട്ടവളായിരുന്നു. പക്ഷെ എൻ്റെ തേങ്ങലുകൾ മുഴുവൻ, എൻ്റെ ഹൃദയത്തിന്റെ വിങ്ങലുകൾ മുഴുവൻ വേറൊരു ദൈവം കേട്ടു. എൻ്റെ അപ്പന്റെ ദൈവങ്ങളല്ല, കുടുംബ ദൈവങ്ങളുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, സ്വർഗസ്ഥനായ ദൈവം എൻ്റെ തേങ്ങലുകൾ കേട്ടു എന്ന് പറഞ്ഞാണ് അവന് സിമെയോൻ എന്ന് പേരിട്ടത്. Then came a third son, ലേവി എന്ന് പേരിട്ടു. ക്ലീവിംഗ് എന്നാണ്, ജോയിന്റ് എന്നാണ്, പറ്റിച്ചേരുക എന്നാണ്. എന്താ പ്രതീക്ഷ? Now this time will my husband cleave to me. ഈ സമയം ആദ്യത്തെ 2 പ്രാവശ്യവും പ്രശംസ ദൈവത്തിന് കൊടുത്തിട്ട്, മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചേർന്ന് വരുമെന്ന് പറഞ്ഞു. ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല. 4ാമതൊരു മോനെ കൊടുത്തു. ഒറ്റ സീക്വൻസിലാ. ജൂദ. പ്രൈസ്ഡ് എന്ന അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രൈസ്ഡ് ബി യാഹ്വേ എന്നാണ്. ആർക്ക് സ്തുതി? ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. എന്താ പറഞ്ഞ്? നൗ ഐ വിൽ പ്രൈസ് യാഹ്വേ, ഇറ്റ് ഡിസേർവ്സ് സ്പെഷ്യൽ നോട്ടീസ്. ഇവിടെയാണ് നമ്മൾ എൻ്റെ ഈ മെസ്സേജിൻ്റെ പ്രധാന ഭാഗം വരുന്നത്. എന്നറിയാമോ? ആ അന്യദേശത്ത് സൈന്യങ്ങളുടെ ദൈവമായ അറിയാൻ ആളുകളില്ലായിരുന്നിടത്ത് 3 പിള്ളേരെ ആൾക്ക് കൊടുത്തു. എന്തിനു വേണ്ടി?
ദൈവത്തിന്റെ സ്തുതിയും പ്രശംസയും ഉണ്ടാകുവാൻ. എന്തിനായിരുന്നു അഫ്ലിക്ഷൻ? എന്തിനായിരുന്നു നിന്ന? എന്തിനായിരുന്നു പരിഹാസം? എന്തിനായിരുന്നു ഒറ്റപ്പെടൽ? എന്തിനായിരുന്നു അപമാനം? എന്തിനായിരുന്നു ഈ ഇഴച്ചിലും വലിച്ചിലും മുഴുവനും? ദൈവത്തിന്റെ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്ന്. അപ്പൊ ചോദിക്കും, അതിനൊരാളെ ഇത്രയും കഷ്ടപ്പെടുത്തണമെന്ന്? നമുക്ക് അടുത്തതെടുക്കാം. റാഹേലിന്റെ കാര്യം എടുക്കാം. റാഹേലിന്റെ ജോലിക്കാരിയെ എന്ത് ചെയ്തു? റാഹേല് യാക്കോബിന് കൊടുത്തു. ഈ സുന്ദരി എന്താ ചെയ്യുന്നറിയാമോ? ഒരു ഫാമിലി കേസ് കുടുംബത്തിൽ കൊണ്ടുവന്നു. മുമ്പ് സാറായി ചെയ്ത അതേ കാര്യം എന്ത് ചെയ്യുന്നറിയാമോ? യാക്കോബിനെ കൊണ്ട് ചെയ്യിച്ചു. ഇതാ പലപ്പോഴും സ്വന്തം കരിസ്മയിൽ ആശ്രയിക്കുന്ന ആളുകൾ, അവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു പ്രധാന കാര്യം, അവർ വലിയ സ്മാർട്ടാണ്, അവർ ഇന്റലിജന്റ് ആണ്, അവർ വലിയ ഐഡിയാസ് ഉണ്ട്, വലിയ പ്ലാൻസ് ഉണ്ട്, വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ സ്പോട്ട് ചെയ്യാൻ കഴിയും, അവർക്ക് ഡിവൈസ് ചെയ്യാൻ കഴിയും, അവർ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും റാഖേലിന് ദൈവത്തിന്, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് മഹത്വം കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായില്ല. അപ്പോൾ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് സ്തുതി കിട്ടേണ്ടതിന്, ദൈവത്തിന്റെ പ്രശംസ കിട്ടേണ്ടതിന്, ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ വിളിക്കപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ഉയർത്തപ്പെടേണ്ടതിനും, ദൈവത്തിന്റെ നാമം ജാതികൾ കേൾക്കേണ്ടതിനും ദൈവത്തിന് ആരെ വേണം? ചിലരെ താഴ്ത്തണം. ചിലരെ നിന്ദാവിഷയം പരിഹാസ വിഷയമാക്കി മാറ്റണം. ഈ നിന്ദാവിഷയം പരിഹാസ വിഷയമാക്കി മാറ്റുന്നതിന് മുമ്പ് ഗോഡ് ഹാഡ് എ ഗ്രേറ്റ് പ്ലാൻ. എന്തായിരുന്നു ദൈവത്തിന്റെ ഗ്രേറ്റ് പ്ലാൻ? പിൽക്കാലത്ത് ഹന്ന പറഞ്ഞതാ, എളിയവനെ പൊടിയിൽ നിന്നും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയിട്ട് ആരോടുകൂടി ഇരുത്താൻ? പ്രഭുക്കന്മാരോടുകൂടി, ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്താൻ. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ, ഈ ലോകത്തിൽ ദരിദ്രനായിട്ടും ഭംഗിയില്ലാത്തവനായിട്ടും കഴിവില്ലാത്തവനായിട്ടും ഈ അപമാനമാത്രമായിട്ടും ജനിച്ച് എല്ലാവരും അങ്ങനെ ഉയർന്നു വരുന്നതാണ് സാറ് പറയുന്നത്? അല്ല, അതിന് മുമ്പ് ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ അറിയാമോ? വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടു ദ ലോർഡ് ഗോഡ് ഓഫ് ഹെവൻ? സ്വർഗസ്ഥനായ ദൈവത്തോട് നിന്റെ മനോഭാവം എന്താണ്? സ്വർഗസ്ഥനായ ദൈവത്തോട് നിന്റെ മനോഭാവം എന്താണ്? ക്യാൻ യു സേ, ലോർഡ്, മൈ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എ മാറ്റർ ഓഫ് ഗ്ലോറി ടു യു. Whatever you give me is a matter of glory to your name. അങ്ങനെ എനിക്ക് തരുന്നതെല്ലാം, എനിക്ക് ലഭിക്കുന്നതെല്ലാം, എന്നെ ഏൽപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ നാമത്തിന് മഹത്വമായി തീരും. എൻ്റെ അങ്ങ് നാമത്തിന് മഹത്വമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ, ചിന്തിക്കുന്നില്ല, നമുക്ക് കോൺടെക്സ്റ്റ് മനസ്സിലാക്കാവുന്ന. 7 വർഷവും മക്കളെ പ്രസവിക്കാത്ത ഒരു ഭാര്യയായി യാക്കോവിന്റെ കൂടെ കഴിയുമ്പോഴും, മറ്റൊരുത്തിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കുമ്പോഴും അവളുടെ ജീവിതത്തിൽ ഒരു പ്രഥമ സ്ഥാനമുണ്ടായിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഒരിക്കൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ അത് ദൈവത്തിന്റെ പ്രസാദകരമായി തീരും. ഇങ്ങനെ ജീവിതത്തിൽ ചിന്തിച്ച ഒരുപാട് ആളുകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. They thought, Lord, when you change my situation, it's gonna be a matter of glory to you. അങ്ങയുടെ നാമത്തിന് അത് മഹത്വകരമായി തീരും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ. When my condition changes, when my situation changes, when something is in my hand, what's gonna happen to that something? It's gonna be a matter of glory to your name. അങ്ങയുടെ നാമത്തിന് മഹത്വകരമായി തീരും. So,
നമ്മൾ എങ്ങനെ ജനിച്ചു എന്നുള്ളത്, നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ലോകം നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സൃഷ്ടാവിനോട് നമുക്കുള്ള മനോഭാവമാണ്. ആ സൃഷ്ടാവിനുള്ള മനോഭാവം ഉറച്ച മനോഭാവമാണ്. എനിക്ക് തരുന്നതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വകരമായി തീരണം. അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമെങ്കിൽ ദൈവം നമ്മളെ പ്രശംസ വിഷയമാക്കി മാറ്റും. ഇത് നിങ്ങൾ അനുഗ്രഹിക്കാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഇത് സുന്ദര